ഒരു DSLR ക്യാമറയ്ക്ക് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാമറ ബോഡി, മറ്റൊന്ന് ലെൻസ്. ക്യാമറ ബോഡിയിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ കൺട്രോൾസും അതേപോലെ ഫോട്ടോ പകർത്താൻ ആവശ്യമായ എല്ലാ സംഭവങ്ങളും ക്യാമറ ബോഡിയിലാണുള്ളത്. അതേസമയത്ത് ക്യാമറയുടെ ലെൻസിലും കുറേ ഭാഗങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് അപ്പർച്ചർ എന്നൊരു മെക്കാനിസം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഭാഗത്തുള്ളതാണ് എങ്കിൽ കൂടി അപ്പർച്ചർ എന്നൊരു മെക്കാനിസം ലെൻസിൻ്റെ അകത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഇമേജ് സ്റ്റെബിലൈസേഷൻ അഥവാ വൈബ്രേഷൻ റിഡക്ഷൻ എന്ന് പറയുന്ന നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ കൈയുടെ ഷെയ്ക്ക് മൂലം ചിത്രം വൃത്തികേടാകുന്നത് ഒഴിവാക്കാനുള്ള ഒരു മെക്കാനിസമാണ് വൈബ്രേഷൻ റിഡക്ഷൻ. ആ ഒരു മെക്കാനിസം നമ്മുടെ ലെൻസിനകത്താണ് കിടക്കുന്നത്. അതുപോലെ ഓട്ടോ ഫോക്കസ് ചെയ്യാനുള്ള മോട്ടോറും അതിൻ്റെ കൺട്രോൾസ് എല്ലാം കിടക്കുന്നത് ലെൻസിനകത്താണ്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാം തന്നെ ക്യാമറ ബോഡിയിലാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ രണ്ട് ഭാഗങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഫോട്ടോ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഭാഗങ്ങളും തുല്യമായി പ്രാധാന്യം അർഹിക്കുന്ന ഘടകങ്ങളാണ്. ഈ രണ്ട് ഭാഗങ്ങളില്ലെങ്കിൽ, രണ്ടിൽ ഏതെങ്കിലും ഒരു ഭാഗം ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും ഫോട്ടോ എടുക്കാൻ സാധിക്കില്ല. ഇനി ഒരു DSLR ക്യാമറയിൽ കാണുന്ന ബട്ടൺസും അതിലുള്ള വസ്തുക്കളെയൊക്കെ നമുക്കൊന്ന് നോക്കി പരിചയപ്പെടാം. ഇവിടെ നിങ്ങൾ ഈ ചുവന്ന വരയിട്ടിട്ട് കാണുന്ന ഈ ഭാഗത്തിനെ നമ്മൾ ലെൻസ് ഹുഡ് എന്നാണ് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും രണ്ട് വിധത്തിലാണ് വരുന്നത്. ഒന്ന് ഒരു ബട്ടർഫ്ലൈ സ്റ്റൈൽ, ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഒരു ബട്ടർഫ്ലൈ സ്റ്റൈലിലുള്ളതാണ്. ഇതുകൂടാതെ ഫുൾ റൗണ്ട് ആയിട്ടുള്ള ലെൻസ് ഹുഡുകളും വരാറുണ്ട്. ഓരോ ലെൻസിൻ്റെ നിർമ്മാണത്തിനനുസരിച്ചാണ് ലെൻസ് ഹുഡുകൾ ഡിസൈൻ ചെയ്യാറുള്ളത്. അതിൻ്റെ തൊട്ട് പുറകെ കാണുന്ന ഈ ഒരു റിങ് ആണ്, ഈ ഗ്രിപ്പുള്ള റിങ്ങിനെയാണ് നമ്മൾ ഫോക്കസ് റിങ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ക്യാമറ കാനൺ കമ്പനിയുടെ 5D Mark IV എന്നൊരു ക്യാമറയാണ്. നിക്കോൺ, അതേപോലെ സോണി, ഫ്യൂജി ഫിലിം ഇതൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഈ റിങ്ങുകളൊക്കെ തന്നെ മാറി മാറി വരും. എങ്കിലും നിങ്ങൾ ഒരു അടിസ്ഥാനപരമായിട്ട് ഇതിങ്ങനെയൊക്കെയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന ഗ്രിപ്പുള്ള റിംഗ് ആണ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനുള്ള, മാനുവലി തിരിച്ച് ഫോക്കസ് ചെയ്യാനുള്ള ഫോക്കസ് റിംഗ്. ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഫോക്കസ് റിംഗ് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നതാണ് എന്ന് വ്യക്തമായിട്ട് ഓർത്തിരിക്കണം. ഇത് ഞാനിവിടെ ഡെമോ ആയിട്ട് നിങ്ങൾക്കൊരു ക്യാമറ എടുത്ത് കാണിച്ചു തരുന്നു എന്നേ ഉള്ളൂ. നിങ്ങളുടെ ക്യാമറയിൽ ഏതാണ് ഫോക്കസ് റിംഗ് എന്ന് നിങ്ങൾ നോക്കി മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറയുടെ കാറ്റലോഗ് എടുത്തൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ തൊട്ട് പുറകെ കാണുന്ന ഈ ഒരു സ്വിച്ചാണ്. ഇത് നമ്മുടെ ഫോട്ടോഗ്രാഫിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഓട്ടോ ഫോക്കസും മാനുവൽ ഫോക്കസും തമ്മിൽ ചേഞ്ച് ചെയ്യാനുള്ള ഒരു സ്വിച്ചാണ് ഇതിൻ്റെ തൊട്ട് പുറകെ കാണുന്നത്. അതിൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു റിംഗ് ആണ് സൂം റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ക്യാമറയുടെ ഫ്രെയിം കമ്പോസ് ചെയ്യുമ്പോഴൊക്കെ സൂം ചെയ്യാനുള്ള ഒരു റിംഗ് ആണ് ഈ കാണുന്നത്. ഇത് നമ്മൾ ക്യാമറയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ പുറകിൽ എഴുതി കാണുന്ന ഈ ഒരു നമ്പറാണ് സൂമിൻ്റെ ഫോക്കൽ ലെങ്ത് പറയുമ്പോൾ നമ്മൾ mm പറയുന്ന ആ ഒരു ഫോക്കൽ ലെങ്ത് ആണ് ഇവിടെ ഈ എഴുതി കാണിച്ചിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് പുറകെ പഠിക്കാനുള്ള കാര്യങ്ങളാണ്. എങ്കിലും ഒരു ക്യാമറയിൽ വരുന്ന ബട്ടൺസ് ഏതൊക്കെയാണ് എന്നതും പ്രധാനപ്പെട്ട ബട്ടൺസ് ഏതൊക്കെയാണ് എന്ന് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പുറകിൽ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ കാണുന്ന ബട്ടൺ ലെൻസ് ഡിറ്റാച്ച് ചെയ്യാനുള്ള സ്വിച്ച് ആണ്. ഇത് പ്രസ് ചെയ്ത് പിടിച്ച് ലെൻസ് തിരിച്ചിട്ടാണ് നമ്മൾ അഴിച്ചെടുക്കുക. ലെൻസ് ഇടുമ്പോൾ നമ്മൾ ലെൻസ് ഇവിടെ കറക്റ്റ് ചേർത്ത് വെച്ചിട്ട് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഈ സ്വിച്ച് ലോക്കാവും. പിന്നെ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ഇത് അകത്തോട്ട് പ്രസ് ചെയ്തിട്ട് ലെൻസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിക്കുമ്പോഴാണ് നമുക്ക് അഴിച്ചെടുക്കാൻ സാധിക്കുക. കുറച്ചുകൂടെ മുകളിലോട്ട് വരികയാണെങ്കിൽ ക്യാമറയുടെ ഏറ്റവും മുകളിലായിട്ടുള്ള സ്റ്റീൽ പോലെയുള്ള ഒരു ക്ലാമ്പ് നിങ്ങൾക്ക് കാണാം. ഇതിനെ നമ്മൾ ഹോട്ട് ഷൂ എന്നാണ് പറയുന്നത്. ഫ്ലാഷ് അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നവർക്കാണെങ്കിൽ മൈക്രോഫോൺ അല്ലെങ്കിൽ ലൈറ്റ് ഇതൊക്കെ മൗണ്ട് ചെയ്ത് വയ്ക്കാനുള്ള ഒരു ക്ലാമ്പാണിത്. നല്ല ഹെവി ആയിട്ടുള്ള ഒരു ക്ലാമ്പാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തും മൗണ്ട് ചെയ്ത് വയ്ക്കുന്നതിൽ പേടിക്കാനില്ല. അതുപോലെ അതിനകത്ത് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറേ കോണ്ടാക്ട്സ് കാണാം. അത് നമ്മുടെ ഫ്ലാഷ് വർക്ക് ചെയ്യാനുള്ള, ഫ്ലാഷിലേക്ക് പവർ ചെയ്യാനുള്ള കോണ്ടാക്ട്സ് ആണ് അത്. പിന്നെ ഇവിടെ നിങ്ങൾ താഴെ വലതുവശത്തോട്ടായിട്ട് ഈ കാണുന്ന ഈ ഒരു ഡയലിനെ നമ്മൾ മോഡ് ഡയൽ എന്നാണ് പറയുക. ക്യാമറയുടെ മോഡ് ഡയലാണ് ഇത്. ഇതിന് താഴെയായിട്ട് ഈ കാണുന്ന സ്റ്റീലിൻ്റെ ചെറിയൊരു ക്ലാമ്പ് നമുക്ക് നെക്ക് സ്ട്രാപ്പ് ഹുക്ക് ചെയ്യാനുള്ള ഒരു സംഭവമാണ്. ഇതിൻ്റെ താഴെ ഈ കാണുന്ന റബ്ബറിൻ്റെ ഭാഗങ്ങൾ ഇതെല്ലാം ഒരു ചെറിയ ഡോറുകളാണ്. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഹെഡ്ഫോൺ കണക്ട് ചെയ്യാനും USB പോർട്ട് ചെയ്യാനും റിമോട്ട് കണക്ട് ചെയ്യാനും അങ്ങനെ ഒരുപാട് കണക്ഷൻസ് ചെയ്യാനുള്ള പോർട്ടുകളാണ് ഇതിനകത്തുള്ളത്. അതൊക്കെ തന്നെ തുറന്നു കിടക്കുന്ന ദ്വാരങ്ങളായതുകൊണ്ട് തന്നെ ഒരു റബ്ബർ ക്യാപ്പ് വെച്ചിട്ട് കമ്പനികൾ അടച്ചിരിക്കുകയാണ്, അതിനകത്ത് പൊടി കയറാതിരിക്കും.
മാറാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ക്യാമറയുടെ ഇടതുവശത്തോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ കാണുന്ന റൗണ്ടിലുള്ള ഈ ഒരു ബട്ടൺ കാണാം. ഇതിന് നമ്മൾ ഷട്ടർ റിലീസ് ബട്ടൺ എന്നാണ് പറയുക. നോർമലി ഫോട്ടോ എടുക്കാൻ വേണ്ടി പ്രസ് ചെയ്യുന്നത് ബട്ടൺ ഇതാണ്. ഇവിടെ പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫോട്ടോ കിട്ടുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ ബട്ടൺ ഉണ്ട്, നമുക്കൊരു കസ്റ്റം ഫംഗ്ഷൻ്റെ ബട്ടനാണ്, പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനടുത്തായിട്ട് നിങ്ങൾക്ക് മറ്റൊരു ഡയൽ കാണാം, ചെറിയൊരു ഗ്രിപ്പുള്ള ഒരു ഡയൽ കാണാം. ഇതിനെ നമ്മൾ മെയിൻ ഡയൽ എന്നാണ് പറയുക. നോർമലി നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോൾ ഷട്ടർ സ്പീഡാണ് ഇതിൽ കണക്റ്റഡ് ആയിട്ടുണ്ടാവുക. ഇത് തിരിക്കുമ്പോൾ നമ്മുടെ ഷട്ടർ സ്പീഡാണ് മാറുക. പക്ഷേ ഒരു പ്രത്യേക മെനുവിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫംഗ്ഷനുകൾ എത്തുമ്പോൾ ഇതിന് വേറെ ഉപയോഗങ്ങളാണ് ഉണ്ടാവുക. അതുപോലെ അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് 4 ബട്ടൺസ് കാണാം. ഇത് നിങ്ങൾക്ക് പല ആവശ്യങ്ങൾക്കുള്ള ബട്ടൺസാണ്. ഓരോ സമയാസമയങ്ങളിൽ അത് ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നതായിരിക്കും. ക്യാമറയുടെ മുകൾ ഭാഗം നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാണുന്ന ഈ സ്റ്റീലിൻ്റെ ഈ ഭാഗമാണ് ഹോട്ട് ഷൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഇതിനകത്ത് ഫ്ലാഷിൻ്റെ കോണ്ടാക്റ്റുകൾ ഉണ്ട്. ഇത് ഓട്ടോമാറ്റിക് ഫ്ലാഷുകളാണ്, ഇങ്ങനെ 5 കോണ്ടാക്റ്റുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫ്ലാഷിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടെർമിനലുകൾ ഉപയോഗിക്കുന്നത്. ഇവിടെ വലതുവശത്ത് കാണുന്ന ഈ ഒരു സ്ക്രീനിനെ നമ്മൾ ടോപ്പ് LCD എന്നാണ് പറയുക. ഇതിനകത്ത് നമ്മുടെ ക്യാമറ സെറ്റിങ്സ് എല്ലാം തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. അതിൻ്റെ തൊട്ട് മുൻപിൽ കാണുന്ന ഈ ഡയലാണ് മെയിൻ ഡയൽ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. അതുപോലെ അതിൻ്റെ അടുത്തുള്ള ഈ ബട്ടൺസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഓരോരോ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. അതിനായിട്ട് നമ്മൾ ഓരോ സമയാസമയങ്ങളിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതായിരിക്കും. ഏറ്റവും മുന്നിൽ കാണുന്ന ഈ ചെരിഞ്ഞ സ്ഥലത്തുള്ള ഈ ബട്ടനാണ് ഷട്ടർ റിലീസ് ബട്ടൺ, അഥവാ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യുന്ന ബട്ടൺ. ഇനി നിങ്ങൾക്ക് വീണ്ടും ഹോട്ട് ഷൂവിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള ഒരു റബ്ബറിൻ്റെ ഒരു ചെറിയൊരു പീസ് കാണാം. ഇതിന് നമ്മൾ പറയുന്നത് ഐക്കപ്പ് എന്നാണ്. ഐക്കപ്പ് നമ്മുടെ വ്യൂ ഫൈൻഡറിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് നമ്മൾ കണ്ണുകൾ ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ചുറ്റുവട്ടത്ത് അതിൻ്റെ ഒരു റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റബ്ബറിൻ്റെ ഐക്കപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. കണ്ണിന് കറക്റ്റായിട്ട് സീറ്റിംഗ് ആവും. അതിൻ്റെ ഇടതുവശത്ത് നേരത്തെ പറഞ്ഞതുപോലെ മോഡ് ഡയലാണ് നിങ്ങൾക്ക് ഈ കാണാൻ പറ്റുന്നത്. അതിൻ്റെ താഴെയായിട്ട് ഓൺ ഓഫ് സ്വിച്ചും ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്യാമറയുടെ പിൻഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ കാണുന്നതാണ് ഹോട്ട് ഷൂ. അതിൻ്റെ പുറകിൽ അതിൻ്റെ താഴെയായിട്ട് കാണുന്ന ഈ ഒരു സംഭവമാണ് ഐക്കപ്പ് എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ ഒരു കാണുന്ന ദ്വാരത്തെയാണ് നമ്മൾ വ്യൂ ഫൈൻഡർ എന്ന് പറയുന്നത്. അതുപോലെ ലെഫ്റ്റ് സൈഡിലാണ് കാണുന്ന ഈ ഡയൽ മോഡ് ഡയലാണ്. അതിൻ്റെ താഴെയായിട്ട് കാണുന്ന ഈ ചെറിയ സ്വിച്ചാണ് ഓൺ ഓഫ് ചെയ്യാനുള്ളത്. വലതുവശത്ത് ഇവിടെ റെഡ് കളറിൽ മൂവി മാർക്കിംഗ് ചെയ്ത് കാണാം. അതായത് സ്റ്റിൽ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടോ വീഡിയോഗ്രാഫി അങ്ങോട്ടും ഇങ്ങോട്ടും ടോഗിൾ ചെയ്യാനുള്ള ഒരു സ്വിച്ചാണ് ഇവിടെ കാണുന്നത്. അതേപോലെ വീഡിയോ റെക്കോർഡിംഗ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റൗണ്ട് ബട്ടനാണ് അതിൻ്റെ മധ്യത്തിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. വലതുവശത്തുള്ള കുറേ ബട്ടൺസ്, ചെറിയ ബട്ടൺസ് നിങ്ങൾക്ക് ചെറുതായിട്ട് കാണാം. അതിൻ്റെ ഈ വീഡിയോ ഫോട്ടോ എന്നുള്ള സ്വിച്ചിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണുന്നതിന് നമ്മൾ ജോയ്സ്റ്റിക്ക് എന്നാണ് പറയുക. ഇത് ഉപയോഗിച്ച് നമുക്ക് മെനു കൺട്രോൾസും അതുപോലെ ക്യാമറയുടെ പല ആവശ്യങ്ങൾക്കും നമുക്ക് ഇത് ഉപയോഗിക്കേണ്ടി വരും. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ക്യൂ എന്ന് എഴുതിയ ഒരു ബട്ടൺ കാണാം. ഇത് നമുക്ക് പിന്നീട് ഒരുപാട് പ്രാവശ്യം നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ക്വിക്ക് മെനു എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബട്ടനാണ് ഈ ക്യൂ എന്ന് പറയുന്നത്. അതിന് താഴെ കാണുന്ന ഈ ഒരു വലിയ ഡയലിനെ നമ്മൾ ബാക്ക് ഡയൽ എന്നാണ് പറയുക. ഇത് പ്രധാനമായിട്ടും ക്യാമറയുടെ അപ്പർച്ചർ ചേഞ്ച് ചെയ്യാനാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ നമ്മൾ ഏതെങ്കിലും മെനു ഐറ്റംസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഡയൽ മറ്റ് പല ആവശ്യങ്ങൾക്കായിട്ടും ഉപയോഗിക്കാൻ സാധിക്കും. അതിന് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു ലോക്ക് സ്വിച്ച് കാണാം. ഇത് നമ്മൾ ക്യാമറ റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോൾ അബദ്ധത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു സെറ്റ് ചെയ്ത് വെച്ച് ട്രാപ്പിൽ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഈ വീലൊക്കെ കറങ്ങാൻ സാധ്യത കൂടുതലാണ്. എവിടെയെങ്കിലും ഒരഞ്ഞാലൊക്കെ ഈ വീല് കറങ്ങിപ്പോൾ നമ്മുടെ ക്യാമറ സെറ്റിങ്സ് മാറും. അത് മാറാതിരിക്കാൻ വേണ്ടി ലോക്ക് ചെയ്ത് വയ്ക്കാനുള്ളതാണ് ഈ ലോക്ക് സ്വിച്ച്. അതിൻ്റെ അടുത്ത് കാണുന്ന ഒരു ചെറിയൊരു LED കാണാം. ഇത് മെമ്മറി കാർഡ് ബിസി ആയിരിക്കും, അല്ലെങ്കിൽ മെമ്മറി കാർഡിലോട്ട് ഫോട്ടോ റൈറ്റ് ചെയ്യുമ്പോൾ ഈ LED ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ വലിയ സ്ക്രീനാണ് നമ്മൾ LCD എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്യാമറയുടെ മോണിറ്റർ എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനം ഇതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ക്യാമറയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സംഭവങ്ങളും കാണാൻ സാധിക്കും. അതേപോലെ എടുത്ത ഫോട്ടോസ് പ്ലേ ബാക്ക് ചെയ്യാം, വീഡിയോസ് പ്ലേ ബാക്ക് ചെയ്യാം. ഇത് ക്യാമറയെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡിസ്പ്ലേ ചെയ്ത് തരുന്നത് ഇവിടെയാണ്. ഇനി ഇവിടെ നിന്ന് ഇടതുവശത്തോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇൻഫോ, അതേപോലെ ക്യാമറയുടെ മെനു എടുക്കാനുള്ള ബട്ടൺസ്, അതിൻ്റെ താഴെ സൂം ചെയ്യാനും, അതേപോലെ ഒരു എടുത്ത ഫോട്ടോ പ്ലേ ബാക്ക് ചെയ്യാനുള്ള വീഡിയോയൊക്കെ പ്ലേ ബാക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടുള്ള ബട്ടൺസ് കാണാം, ഡിലീറ്റ് ചെയ്യാനുള്ള ബട്ടൺസ് കാണാം. ഇങ്ങനെ കുറേ ബട്ടൺസ് ഈ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് കാണാം. ഇനി ക്യാമറയുടെ മറ്റേ വശത്തേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കമ്മ്യൂണിക്കേഷൻ പോർട്ട് കൃത്യമായിട്ടും കാണാം. HDMI, അതേപോലെ USB, മൈക്ക്, ഹെഡ്ഫോണ്, അങ്ങനെയുള്ള റിമോട്ട്, ഇതൊക്കെ കൊടുക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ പോർട്ടാണ്. ഇതിൻ്റെ ഡോറുകൾ റബ്ബർ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുണ്ടാവുക. അതിനകത്താണ്, ആ ഡോറ് തുറന്നാലാണ് നമുക്ക് ഈ പോർട്ടുകളെല്ലാം തന്നെ ഉപയോഗിക്കാൻ സാധിക്കുക.
ഇതിൻ്റെ അടുത്തായിട്ട് കാണുന്ന ഈ ഒരു സ്വിച്ചാണ് ലെൻസ് റിലീസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇനി ലെൻസിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓട്ടോ ഫോക്കസിൻ്റെ AF MF എന്നുള്ള സ്വിച്ച് കാണാം. അതിൻ്റെ താഴെയായിട്ട് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഓണും ഓഫും ചെയ്യാനുള്ള ബട്ടൺസ് കാണാം. ക്യാമറയുടെ ഈ വശത്തേക്ക് വരികയാണെങ്കിൽ ഈ കാണുന്നതാണ് നമ്മുടെ ക്യാമറയുടെ മെമ്മറി കാർഡിൻ്റെ ചേംബർ. ഈ മെമ്മറി കാർഡിൻ്റെ ചേംബറിൽ എക്സ്പെൻസീവായ ക്യാമറകളിലാണെങ്കിൽ 2 സ്ലോട്ടുകൾ ഉണ്ടാവും. 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമ്മറി കാർഡ് ഇടാനുള്ള 2 സ്ലോട്ടുകൾ ഉണ്ടാവും. ചില ക്യാമറകളിൽ 2 സ്ലോട്ട് ഉണ്ടെങ്കിലും രണ്ടും ഒരേ ടൈപ്പ് മെമ്മറി കാർഡായിരിക്കും ഉപയോഗിക്കേണ്ടി വരിക. ചില ക്യാമറകളിൽ ഒരു SD കാർഡും ഒരു CF കാർഡ് ഉപയോഗിക്കാനുള്ള 2 സ്ലോട്ടുകൾ ഉണ്ടാവും. പക്ഷേ എൻട്രി ലെവൽ ക്യാമറകളാണെങ്കിൽ അതിനകത്ത് ഒരു സ്ലോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ക്യാമറയുടെ താഴ്ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഈ കാണുന്നതാണ് നമുക്ക് ട്രൈപോഡ് മൗണ്ട് ചെയ്യാനുള്ള ട്രൈപോഡിൻ്റെ സ്ക്രൂ, ട്രൈപോഡ് ഹെഡിൻ്റെ സ്ക്രൂ വന്നിട്ട് ചേരുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ ട്രൈപോഡിൻ്റെ ബേസ് പ്ലേറ്റ് സ്ക്രൂ ടൈറ്റ് ചെയ്ത് കയറ്റുകയാണ് ചെയ്യുന്നത്. ഇനി ഇടത്തോട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ബാറ്ററി കമ്പാർട്ട്മെൻറ്റ്. ഈ ബാറ്ററി കമ്പാർട്ട്മെൻറ്റിൽ ഈ കാണുന്ന ഈ ചെറിയ സ്വിച്ച് സ്ലൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ചെയ്യാറുള്ളത്. ഓരോ ക്യാമറയിലും ഇത് വ്യത്യസ്തമായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ ബട്ടൺസും അതിൻ്റെ ഫങ്ഷൻസും നിങ്ങളുടെ ക്യാമറയിൽ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് നിങ്ങൾ സ്വയം നോക്കി കണ്ട് മനസ്സിലാക്കണം. അതേപോലെ അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ച് റെഫർ ചെയ്തിട്ട് കൃത്യമായിട്ടും ഞാൻ ഇവിടെ പറയുന്ന ഓരോ സെറ്റിങ്സിൻ്റെയും ബട്ടൺസ് എവിടെയാണ് ഉള്ളത് എന്ന് നോക്കി മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ക്യാമറയുടെ ബട്ടൺസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്ലുക്കിൽ അതിൻ്റെ പുറത്ത് വരുന്ന കുറേ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇപ്പോൾ ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചത്. അത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സംഭവങ്ങൾ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ വീണ്ടും പ്ലേ ബാക്ക് ചെയ്തിട്ട് അത് വ്യക്തമായി മനസ്സിലാവുന്നത്രയും തവണ നിങ്ങളത് കേൾക്കാൻ ശ്രമിക്കുക. ഇനി അതിലും നിങ്ങൾക്ക് സംശയം തീരുന്നില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും ഏത് സമയത്തും മറുപടി പറയാൻ ഞാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന കോൺടാക്റ്റ് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കതിനുള്ള എന്ത് സംശയങ്ങൾക്കുള്ള പരിഹാരവും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സെഷനിലേക്ക് പോകാം.